Hi. Today, almost 58 to 59 days of the Middle East conflict that we are going through. എനിക്കൊരു കാര്യം ഒന്നും കൂടി ഒന്ന് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ക്രോസ് ട്രേഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയില്ല. കുറേ പേര് ചോദിക്കേണ്ടതുകൊണ്ടാണ് മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന്. See, for example, you guys are sitting in Philippines and you have a consignment of any material which you wanted to sell to Dubai customer. But suppose this customer in Dubai who is importing and reselling, we never know, talk to them. അങ്ങനെയുള്ള കസ്റ്റമറിന് ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ദുബായിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഗൈസ് ഫ്രം ഫിലിപ്പീൻസ്, you can still sell to Dubai customer, and Dubai customer can sell directly from Philippines to, for example, America or Israel or Iran, whatever, whichever country you want to. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നമ്മൾ ഒരു വഴി അടഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു വഴിയിൽ തേടുന്നതാണ് ഇപ്പോഴും ലൈഫിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചില സിറ്റുവേഷൻസ്. പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഗെറ്റ് സ്റ്റക്കപ്പ് വിത്ത് സംതിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നിൽക്കരുത്. വി ഷുഡ് നോട്ട് സ്റ്റോപ്പ് ഇൻ ദെയർ തിങ്കിങ് ദാറ്റ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ഇറ്റ്. കീപ് ഡൈവേഴ്സിഫൈ തിങ്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓപ്ഷൻസ് കിട്ടും. പലപ്പോഴും ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തിങ്കിങ് എന്ന് വെച്ചാണെങ്കിൽ എനിക്ക് മെറ്റീരിയൽ തരുന്ന സപ്ലയറിന് എൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കുന്ന ബയറിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ നേരിട്ട് ചെയ്യുന്നുള്ളൊരു തിങ്കിങ് ആണ്. വെദർ the final buyer will come to know who is the actual supplier എന്നുള്ള തിങ്കിങ്ങിലേക്ക് മാറ്റങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. നമുക്കതൊന്നും വളരെ സ്മൂത്തായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് ഡോക്യുമെൻറ്റ്സ് വൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. അതിനാണ് നിങ്ങളൊരു നല്ലൊരു ക്രോസ് ട്രേഡ് സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കണം. നിങ്ങൾക്ക് വേറെ ആരെയും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ യു വാണ്ട് ടു ടേക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ, ടോക്ക് ടു മീ, ലെറ്റ് മീ നോ. Yeah, I already gave you my number in the past communication. I'm in Dubai and we have also office in India. And we do handle cargo from various parts of the world. Like for example, Dubai customer, before he used to import from USA to Dubai and he is re-exporting to Saudi Arabia. Now he is telling Joe, handle directly from USA to Saudi Arabia. So these are all diversified business. Still the business of Dubai is still there, but at the same innovative ways of doing business. Life is a complex. നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈക്വൽ ടു ബബിൾസ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൻ്റെ ഒത്തിരി പോയംസിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അത്രേ ഉള്ളൂ. ബട്ട് ടിൽ ദെൻ നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന ബെസ്റ്റ് നമ്മൾ ചെയ്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളൊരു ലൈഫിൽ പോളിസികളാണ് എപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കുള്ളൂ. വി ഹാവ് അവർ ഓൺ വീക്ക്നെസ്സസ്. യെസ്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അതിന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റിനും നമ്മൾ സറൗണ്ട് ചെയ്തിരിക്കുന്ന പലരിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടില്ലെങ്കിലും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പീസ്ഫുൾനെസ് നമുക്ക് ലൈഫിൽ വരും. അങ്ങനെയുള്ള ചില ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ ചില ഈ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലൊക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ചിലപ്പോൾ ഒരിക്കലും കുറവായിട്ട് തോന്നില്ല, നല്ലതായിട്ട് വരും. നാളേക്കാണെങ്കിലും നമുക്കൊരു സ്ട്രെങ്ത്, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ എനർജി കൂട്ടാനും നമ്മുടെ ആ ഒരു ഗോ ഗെറ്റർ നേച്ചർ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും നല്ല നാളുകൾ നേരുന്നു. കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ മാറി ദുബായിലുള്ളവർക്കും വേൾഡിൽ എല്ലാവർക്കും പീസ്ഫുള്ളായിട്ടുള്ളൊരു ബിസിനസ് എൻവയറമെൻറ്റും ഒരു നല്ല ഫാമിലി എൻവയറമെൻറ്റും വരാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ നല്ല ആശംസകളും സ്നേഹപൂർവ്വം. ബൈ.